ഹായ് ഫ്രണ്ട്സ്, അബീസ് യുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ അടുത്ത് യുക്കയുടെ ഒത്തിരി നെഗറ്റീവ് കേട്ടു അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പോസിറ്റീവ് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നേക്കണം. വേറെ ഒന്നുമല്ല, ഇവിടെ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഫീൽഡിൽ ജോലി കിട്ടാൻ പാടാന്ന് ഒത്തിരി പേര് പറയണ്ടിട്ട്. അത് എന്ത് നമ്മളൊരു കാര്യത്തിൽ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടാത്തവരാണ് അത് പറയണത്. ഞാനൊരു ഉദാഹരണം പറയാം. വേറെ ആരുമല്ല, എൻ്റെ വൈഫ് നാട്ടിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. ഇതിൽ 1% പോലും ഒരു നുണയില്ലാട്ടോ. എൻ്റെ വൈഫ് നാട്ടിൽ പണിയെടുത്തിട്ടില്ല. ഇവിടെ യു കെയിൽ വന്ന് 3 വർഷത്തിനിടയ്ക്ക് ഒരു ജസ്റ്റ് ഒരു 1 ഇയറിൻ്റെ അടുത്ത് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വെയർ ഹൗസിൽ പോയി, പിന്നെ ഡെലിവറിയും കാര്യങ്ങളുമായി, പിന്നെ കോഴ്സ് പഠിച്ചിറങ്ങിയതിൻ്റെ ഒരു നല്ലൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് എൻ്റെ വൈഫ് പഠിച്ചതിൽ നിന്നും വിട്ടുമാറിപ്പോയി എന്ന് ഒരു തോന്നൽ വന്നപ്പോഴാണ് അവളൊരു ചെറിയ കോഴ്സ് എടുത്തതും അവൾക്കൊരു ജോലി കിട്ടിയതും. ഓട്ടോമേഷനിൽ നല്ല പാക്കേജും ഉണ്ട്. പിന്നെ അത്യാവശ്യം ആ ജോലിയിൽ അവൾ കയറി കഴിഞ്ഞപ്പോഴും ഒത്തിരി പേര് ആ ജോലിയിൽ കയറണ കണ്ടു. അപ്പം എന്തുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ആ ജോലി കിട്ടിക്കൂടാ എന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ വൈഫ് എങ്ങനെയാണ് ഈ കോഴ്സിന് ട്രൈ ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ജോബ് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോയുള്ളൂ. ഇതിൽ A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, അതായത് ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം എനിക്ക് വന്ന കുറേ ഡയറക്റ്റ് മെസ്സേജുകളിലും ഇത് തന്നെയാണ് ചോദിച്ചിരുന്നത്, എങ്ങനെയാണ് നമുക്ക് യു കെയിലൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരു ജോലി കിട്ടുന്നത്, എന്തൊക്കെ കോഴ്സാണ് വേണ്ടത്, എന്തോരം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത് പലർക്കും ഇതിനെപ്പറ്റി ധാരണയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ യു കെനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നത്. അതായത് ഇവിടെ കിട്ടുന്ന ജോബ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ കെയർ ഹോം ആയിരിക്കും, വെയർ ഹൗസ് ആയിരിക്കും, നമ്മൾ പഠിച്ച ഫീൽഡിലൊന്നും ജോലി കിട്ടുകയില്ല, പഠിക്കാനായിട്ടുള്ള പിള്ളേർ ഇനി ഇങ്ങോട്ട് വരണ്ട, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പൈസ മുടക്ക് മാത്രമേ ഉള്ളൂ യു കെ എന്നല്ല, നമുക്കൊന്നും നേടാൻ കഴിയുകയില്ല, അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഇപ്പം ഞാൻ പഠിച്ചത് നാട്ടിലൊരു മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഫിസിക്സിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് ഇൻ ഓട്ടോമേഷൻ കൺട്രോൾ ആൻഡ് റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് 2 ഇയർ കോഴ്സ് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ 2 ഇയർ എന്ന് പറഞ്ഞപ്പോൾ 1 ഇയർ എനിക്ക് പ്ലേസ്മെൻറ്റും കൂടെ ഉള്ളൊരു കോഴ്സായിരുന്നു. പ്ലേസ്മെൻറ്റ് ഞാൻ നാട്ടിലൊരു ഇൻഡസ്ട്രിയിൽ വെർച്വലായിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. നമുക്കൊരു ചെറിയ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ഓട്ടോമേഷനിൽ ചെയ്യേണ്ടത്, അങ്ങനെ അതിനെ പറ്റിയിട്ടൊരു ബേസിക് നോളജ് മാത്രമായിട്ടാണ് ഞാൻ പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ പഠിക്കുന്ന ടൈമിലാണെങ്കിലും നമുക്കൊരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു ഓട്ടോമേഷൻ എന്നുള്ള രീതിയിൽ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. അതായത് ഇൻഡസ്ട്രിയിൽ എന്ത് രീതിയിലുള്ള ഓട്ടോമേഷൻ പ്രോസസ്സും, ഒരു വെയർ ഹൗസിൽ പോലും നമ്മളൊരു സാധനം എടുത്ത് മറ്റിടത്തോട്ട് വെക്കുന്നതിനെ നമ്മൾ ഓട്ടോമേഷൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടായിരുന്നു എൻ്റെ കോഴ്സുകൾ മുഴുവൻ. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഞാനിങ്ങനെ അപ്പോൾ എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു ആഡ് ഓൺ ആയിട്ടൊരു കോഴ്സ്, നമ്മൾ കാര്യം കഷ്ടപ്പെട്ടിരുന്ന് എക്സാം എഴുതിയാണ് ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണേലും നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കാനുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഷോർട്ട് ടേം കോഴ്സ് എടുത്താൽ എന്താണ് പ്രശ്നമെന്ന് ആലോചിച്ചത്. അതായത് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പഠിച്ചിറങ്ങിയ പാടെ തന്നെ ഞാൻ കുറേ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ അപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ 0 എക്സ്പീരിയൻസ് ആണ്. എനിക്ക് യു കെയിലും എക്സ്പീരിയൻസ് ഇല്ല, നാട്ടിലും എക്സ്പീരിയൻസ് ഇല്ല, ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസും എനിക്കില്ല. അതൊരു കാര്യം. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ചെറിയ ഷോർട്ട് ടേം കോഴ്സോ അല്ലെങ്കിൽ ആഡ് ഓൺ കോഴ്സുകളോ ഒന്നും തന്നെ ഇതിനെപ്പറ്റി ചെയ്തിട്ടില്ല. ആകെ ഞാൻ പഠിച്ച ഫീൽഡിനെ പറ്റിയിട്ട് അത്യാവശ്യം എനിക്കറിയാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട്, അത് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷനിൽ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു വിളിയും വന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അൺഫോർച്ചുനേറ്റ്ലി കാണുന്നു, അപ്ലൈ ചെയ്യുന്നു, അൺഫോർച്ചുനേറ്റ്ലി. അങ്ങനെ ഞാനൊരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഒരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്താൽ കൊള്ളാമെന്നൊരു തോന്നൽ വന്നത്. അതായത് നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മുടെ ലക്കിന് ഒരു ഇൻ്റർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുക, നമ്മൾ അവിടെ പോയിരുന്ന് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കി പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ, നമുക്ക് അധികം അതിൻ്റെ അകത്ത് നോളജ് ഇല്ല എന്ന്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇവർക്ക് ആവശ്യമുള്ളൂ, അതുപോലും ഇല്ലയെന്ന് ഇവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഉറപ്പായിട്ട് അവർ എടുക്കുകയില്ല. പ്രത്യേകിച്ചും നമ്മളൊരു ഗ്രാജുവേറ്റ് ജോബിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ലിങ്ക്ഡിനിൽ ഇങ്ങനെ സെർച്ച് ചെയ്താണ് ഞാൻ വാർട്ടൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോമേഷൻ സൊല്യൂഷൻസ് പഠിപ്പിക്കുന്ന ഒരു ടീംസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് കൂടുതലും ഈ ഓട്ടോമേഷനിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് PLC, SCADA, HMI അതുപോലത്തെ കുറച്ച് പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പം ഇതിനെ പറ്റിയിട്ടൊരു ബേസിക് നോളജ് എനിക്കുണ്ടെങ്കിലും ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, ആ ഇൻഡസ്ട്രിയിലൊക്കെ എന്തൊക്കെ എക്സാമ്പിൾസ് ത്രൂ ആണ് യൂസ് ചെയ്യുന്നത്, അതൊന്നും നമുക്കറിയില്ല. ആകെ നമ്മളൊരു പ്രൊജക്റ്റ് ഇതിനെപ്പറ്റി മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. അത് മാത്രമായിരുന്നു എൻ്റെ ബേസിക് നോളജ് അതിനെപ്പറ്റി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. എനിക്ക് വേറെ ചോദിക്കാൻ ആരും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനിപ്പം അവരുടെ സൈറ്റിൽ കയറി നോക്കി, അവരുടെ കുറച്ച് പഠിച്ച പിള്ളേരുടെ
പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി, അവരോട് കുറേ സംസാരിച്ച് നോക്കി. അപ്പോൾ അവരുമൊക്കെ പറഞ്ഞ ഒരു കോൺഫിഡൻസ് വെച്ച് എന്തെങ്കിലും ആട്ടെ, ഞാൻ എന്നാണേലും ഇത്രയും കഷ്ടപ്പെട്ടു, ഇനി ഒരു കുറച്ചുകൂടെ കഷ്ടപ്പെടാമെന്നും പറഞ്ഞു ഞാൻ വാർട്ടൻസിൻ്റെ ഒരു കോഴ്സ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരു സംശയം കാണും, നമ്മൾ എങ്ങനെയാണ് ഒരു നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് കണ്ടുപിടിക്കേണ്ടതെന്ന്. എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ ചെയ്ത ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ലിങ്ക്ഡിനിൽ കയറുക, നമ്മുടെ ഏതൊക്കെയാണോ നമ്മുടെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ്, അതായത് ഇപ്പം ഞാൻ ഓട്ടോമേഷനാണ്, അപ്പം ഞാൻ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ, സ്കാഡ, PLC എന്നൊക്കെ പറഞ്ഞ് കീവേഡ്സ് ഇട്ട് നമ്മൾ സെർച്ച് ചെയ്യാം ലിങ്ക്ഡിനിൽ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളോ അല്ലെങ്കിൽ ജോബുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി തന്നെ അവരുടെ കീഴിൽ ചിലപ്പം കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർ തന്നെ അവിടെ അപ്രൻറ്റീഷിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കീമിൽ നമ്മളെ ജോലിക്ക് എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് ഈ വാർട്ടൻസിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ വാർട്ടൻസ് ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ, നിങ്ങൾ പല കോഴ്സുകളുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പലരും പല കോഴ്സുകൾക്ക് ചേരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഒരു സംശയം വരും, ഒരു സൈറ്റ് ത്രൂ കാണുന്ന ഒരാളെ നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് എങ്ങനെയാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, നമ്മൾ പഠിക്കുന്നതൊക്കെ ശരിയാവുമോ, നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മളൊരു കോഴ്സ് എടുക്കാൻ നേരത്ത് അതിന് മുന്നേ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ വാഗ്ദാനങ്ങളൊക്കെ അവർ ശരിയാക്കി തരുമോ, അങ്ങനെയൊക്കെ ഒരു തോട്ട് വരും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം സെർച്ച് ചെയ്തൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കമ്പനിയുമായിട്ടൊരു കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് വിചാരിക്കും. അപ്പം ഓൾറെഡി അത് ചെയ്ത കുറച്ച് പേരുടെ പ്രൊഫൈൽ, ഒന്നെങ്കിൽ അവരുടെ ലിങ്ക്ഡിൻ്റെ അകത്ത് അവർ ഇതുപോലെ ഈ കമ്പനിയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്, ഇവരുടെ കീഴിൽ നിന്നാണ് പഠിച്ചത്, എങ്ങനെ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എല്ലാ കരിയർ കാര്യങ്ങളും ലിങ്ക്ഡിനിലാണ് നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2-3 പേരെ അല്ലെങ്കിൽ ഒരു 5-6 പേരെ, സമയം നമുക്കുണ്ടല്ലോ, നമുക്ക് ഈ സമയത്ത് നമ്മളൊന്ന് ശ്രമിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഭാവിയിലോട്ടൊരു ഉപകാരത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരെ സോർട്ട് ഔട്ട് ചെയ്യുക, അവരോട് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയയ്ക്കുക, കോൾഡ് മെസ്സേജ് പോലെ അയയ്ക്കുക, ഇതുപോലെ ഞാൻ അവിടെ വാർട്ടൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ കോഴ്സ് ചെയ്യാൻ പോവാണ്, എങ്ങനെയായിരുന്നു അവിടെ സർവീസ് എന്നൊക്കെ. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു പ്രൊഫഷണൽ മോഡ്യൂളാണ്, അവർക്ക് പലതും ഉണ്ട്, പല കമ്പനികൾ ഇതുപോലത്തെ കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PLCയുടെയും സ്കാഡയുടെയും HMIയുടെയും ഒക്കെ കോഴ്സുകൾ. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, അവരുടെ ഒരു പ്രൊഫഷണൽ മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സുണ്ട്. അപ്പം ആ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അവർ നമ്മളെ പഠിപ്പിക്കാമെന്ന് വെച്ചാൽ കുത്തിയിരുത്തി പഠിപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല, സ്പൂൺ ഫീഡിങ്ങും അല്ല, നമ്മളെ കാര്യങ്ങൾ നമ്മുടെ ബേസിനെ മനസ്സിലാക്കി തരും. ഇതാണ് PLCയുടെ കാര്യങ്ങൾ, ഇതാണ് സ്കാഡയുടെ കാര്യങ്ങൾ, ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രോഗ്രാം എഴുതാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്ത് നമ്മൾ അത്യാവശ്യം അവർ നല്ല എഫേർട്ട് ഇടും. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ഇപ്പം ഒരു 5 days കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കോഴ്സ് തീരുമ്പോൾ തന്നെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ അന്നന്ന് പഠിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ 5 ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ആ ഒരു ശീലം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ കോഴ്സ് തീരുമ്പോഴത്തേക്കും നമുക്ക് സ്കാഡയിലും HMIയിലും അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിലേക്ക് നമുക്കൊരു ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഇത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് വന്ന കാര്യമായതുകൊണ്ടാണ്. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ട കുറേ പേർക്ക് അറിയാം, ഞാൻ പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഡെഡിക്കേഷൻ വെച്ച് തന്നെ ചെയ്തു. അതായത് എനിക്ക് ഇത്രയും സമയമേ ഉള്ളൂ UK-യിൽ, അപ്പോൾ അതിനുള്ളിൽ എനിക്ക് എങ്ങനെയും നല്ലൊരു എക്സ്പീരിയൻസ് മേടിച്ച് കിട്ടാം. UK നിന്ന് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസ്, UK ബേസ്ഡ് ഒരു എക്സ്പീരിയൻസ് മേടിക്കുക എന്നുള്ള ഒരൊറ്റ ഇതിൻ്റെ പുറത്താണ് ഞാൻ ഈ അത്യാവശ്യം ആ സമയത്തൊന്ന് കിടന്ന് കഷ്ടപ്പെട്ടത്. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പിന്നീടുള്ള നമ്മുടെ പ്രോഗ്രസ്സും നടന്നിട്ടുള്ളത്. ജോലി കിട്ടാതെ ഒന്നും ഇരിക്കുന്നില്ല, വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഓട്ടോമേഷൻ. ഈ കാലത്ത് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബൂമും ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെയായിരിക്കും.